ഈ നരഭോജി കടുവയ്ക്കായി കൂട് സ്ഥാപിച്ചിട്ടുണ്ട് വനംവകുപ്പ്. കടുവാക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ മൃതദേഹം നാളെ ബന്ധുക്കൾക്ക് വിട്ടു നൽകും. മാനന്തവാടി നഗരസഭയിലെ പഞ്ചാരക്കൊല്ലി, പിലാക്കാവ്, ജെസി, ചിറക്കര ഡിവിഷനുകളിൽ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചു. മിനിസ്റ്റർ രാവിലെ മുതൽ സ്ഥലത്തിലുണ്ട്. റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, പോലീസ് എല്ലാവരും നല്ല ഇടപെടൽ രാവിലെ മുതൽ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കണ്ണൂരിൽ നിന്ന് ഒരു മാവോയിസ്റ്റ് റിവ്യൂവിൻ്റെ മീറ്റിങ്ങിൽ പോയിക്കൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഐ ഓൾസോ റിട്ടേൺഡ് ബാക്ക്. അപ്പോൾ നല്ല രീതിയിൽ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ ഇടപെട്ടിട്ട് കാര്യങ്ങളും തീർപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി മറ്റുള്ള കാര്യങ്ങളും നമ്മൾ വാട്ട് എവർ വി ഹാവ് കമ്മിറ്റഡ് നമുക്കത് ഓണർ ചെയ്യും. താങ്ക് യു. ഫെലിക്സ് അവിടെ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുണ്ട്. ഫെലിക്സ്, ഇപ്പം രാത്രി ഇരുട്ട് വീണ് കാണും. ഇന്നൊരു തെരച്ചിൽ സാധ്യമല്ല. ഈ മേഖലയിൽ മാത്രമാണോ കൂട് സ്ഥാപിച്ചിട്ടുള്ളത്? ഡ്രോൺ പരിശോധനയും നിരീക്ഷണവും ഈ മേഖലയിൽ സാധ്യമല്ല എന്ന് തോന്നുന്നു. എങ്ങനെയാണ് ഈ കടുവയെ കണ്ടെത്താനുള്ള വനംവകുപ്പിന്റെ ആക്ഷൻ പ്ലാൻ എന്താണ് ഫെലിക്സ്? ആര്യ, രാധ ഈ പറയുന്ന ഒരു കാട്ടിലൂടെ നടന്ന് കാപ്പിത്തോട്ടത്തിലേക്ക് വരുന്ന സമയത്താണ് ഈ കാട്ടിൽ നിന്നും ഇറങ്ങുന്ന വഴിക്ക് അവരെ കടുവപ്പീടി കൂടിയത്. അപ്പോൾ ആ സ്ഥലത്തോട് ചേർന്ന് ഏതാണ്ട് 5 മിനിറ്റ് മാത്രം മാറിയാണ് ഇപ്പോൾ അവിടെ കൂട് സ്ഥാപിച്ചിട്ടുള്ളത്. ആ കൂട്ടിലേക്ക് ഒരു പക്ഷേ കടുവ എത്താൻ സാധ്യതയുണ്ട് എന്ന് വനംവകുപ്പ് പറയുന്നു. കാരണം കടുവയ്ക്ക് വിശക്കുന്നുണ്ട്. ഈ പറയുന്ന രാധയുടെ മൃതദേഹം പകുതി ഭക്ഷിച്ച നിലയിലായിരുന്നു. ആ സമയത്താണ് തണ്ടർബോൾട്ട് ആ വഴി വരികയും മൃതദേഹം കാണുകയും ചെയ്തത്. അതുകൊണ്ട് കടുവയ്ക്ക് ഇനിയും വിശക്കുന്നുണ്ടാകാം. അതുകൊണ്ട് കടുവ വീണ്ടും ഇവിടേക്ക് എത്താൻ സാധ്യത എന്ന് മനസ്സിലാക്കിയാണ് അതേ സ്ഥലത്ത് ഇപ്പോൾ കൂട് സ്ഥാപിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ തെർമൽ ക്യാമറ ഉപയോഗിച്ചുള്ള നിരീക്ഷണം നടത്തുന്നുണ്ട്. തെർമൽ ക്യാമറ ഡ്രോൺ ക്യാമറയാണ്. ആ ഡ്രോൺ ക്യാമറ ഉപയോഗിച്ച് ഈ പരിശോധന നടത്തുമ്പോൾ അതിൻ്റെ ഹീറ്റ് നോക്കി, അതായത് നോർമൽ ടെമ്പറേച്ചർ അല്ലാത്തൊരു ഹീറ്റ് കിട്ടുകയാണെങ്കിൽ അവിടെ കടുവയുണ്ടെന്ന് മനസ്സിലാക്കാം. അങ്ങനെ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന നടത്തുന്നുണ്ട്. അതും ഒരു പക്ഷേ ഇതിന് കടുവയെ പിടികൂടാൻ സഹായകരമാകുമെന്നാണ് കരുതുന്നത്. അതിനപ്പുറത്തേക്ക് കടുവയെ വെടിവെച്ച് കൊല്ലുക എന്നതല്ല, പകരം കടുവയെ പിടികൂടുക എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഒപ്പം രാധയുടെ കുടുംബത്തിന് 11 ലക്ഷം രൂപ നഷ്ടപരിഹാരവും സർക്കാർ ജോലിയും നൽകാം എന്ന് മന്ത്രി തന്നെ അറിയിച്ചിട്ടുണ്ട്. അതിൽ 5 ലക്ഷം രൂപ ഇന്ന് തന്നെ അല്പസമയത്തിനുള്ളിൽ തന്നെ രാധയുടെ വീട്ടിലെത്തി കളക്ടറും ഒപ്പം മന്ത്രിയും ചേർന്ന് നൽകും. ഒപ്പം സംസ്കാരം നാളെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. നാളെ തന്നെ ഇന്ന് പോസ്റ്റ്മോർട്ടം ഒക്കെ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇന്ന് മാനന്തവാടി ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിക്കും. അതിനുശേഷം നാളെയായിരിക്കും ഈ സംസ്കാര ചടങ്ങുകൾ അടക്കം നടത്തുക. ജനങ്ങളുടെ വലിയ പ്രതിഷേധമുണ്ട്. അത് പരിഹരിക്കുക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് കടുവയെ പിടിച്ച് ഇനിയിപ്പോൾ കടുവയെ കിട്ടുകയാണ് പിടിച്ചുകൊണ്ട് പോവുക എന്നതിനപ്പുറത്തേക്ക് ശാശ്വതമായ പരിഹാരം വേണമെന്നതാണ് ജനങ്ങളുടെ ആവശ്യം. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൂട് സ്ഥാപിക്കുക, തെർമൽ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നിരീക്ഷണം നടത്തുക, ഒപ്പം RRT സംഘത്തിന്റെ ഒരു വലിയ സാന്നിധ്യം, സന്നാഹം തന്നെ ഇപ്പോൾ ഈ പ്രദേശത്തുണ്ട്. ഫെലിക്സ്, ഒരു കാര്യം കൂടി, ഇപ്പൊ ഈ 11 ലക്ഷത്തിൽ 5 ലക്ഷം ഇന്ന് തന്നെ കൈമാറും കുടുംബത്തിനെന്ന് അറിയിച്ചിരുന്നു. ആ തുക കൈമാറിയോ? അല്പസമയത്തിനുള്ളിൽ കൈമാറും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബാക്കിയുള്ള തുക വരും ദിവസങ്ങളിൽ തന്നെ കൈമാറും. 11 ലക്ഷം രൂപയാണ് ആകെ പ്രഖ്യാപിച്ചത്. ഒപ്പം തന്നെ സർക്കാർ ജോലിയും ആ കുടുംബത്തിന് നൽകാനൊരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ സർക്കാർ പോയിട്ടുള്ളത്. വലിയ രീതിയിൽ വന്യമൃഗശല്യം രൂക്ഷമായ ഒരു പ്രദേശമാണ് വയനാടിൻ്റെ പലയിടങ്ങളിലും. അപ്പം വയനാട്ടിൽ തന്നെ കടുവ 8 പേരെയാണ് ഒരു 10 വർഷത്തിനിടയിൽ കടുവ മാത്രം കൊന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രദേശമാണ്. അതുകൊണ്ട് ഈ നഷ്ടപരിഹാരമോ സർക്കാർ ജോലിയോ ഒന്നുമല്ല ആവശ്യം, ശാശ്വതമായ പരിഹാരമാണ്. അതിന് മന്ത്രി നേരത്തെ ഫെൻസിങ്ങിനുള്ളൊരു ടെൻഡർ നടപടികൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ അത്തരം സാങ്കേതിക പ്രശ്നങ്ങളിൽ കടിച്ചു തൂങ്ങാതെ എത്രയും വേഗം ഈ കടുവ ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണമെന്നതാണ്. അപ്പോൾ അതിനുള്ള ശാശ്വതമായ ഇടപെടൽ നടത്തണം. മാത്രമല്ല, കടുവയെ ഒരു ദൃക്സാക്ഷി കൂടി അല്പം മുമ്പ് കണ്ടിട്ടുണ്ട്. ഒരു 3 മണി സമയത്താണ് കടുവയെ വീണ്ടും ഈ പ്രദേശത്ത്, അതായത് കാട്ടിൽ തന്നെയാണ്, പക്ഷേ ഈ കാപ്പിത്തോട്ടത്തോട് ചേർന്നുള്ള കാട്ടിലാണ് ഈ പറയുന്ന കടുവയെ കണ്ടത്. നേരിട്ട് കണ്ടതാണ്, 10 മീറ്റർ മുമ്പിൽ വെച്ച് കണ്ടതാണ്. അപ്പോൾ കടുവ ഈ സ്ഥലത്ത് തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കാം. കടുവയ്ക്ക് വിശപ്പുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഒരു നിരീക്ഷണങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള പരിശോധനയും കടുവയെ പിടികൂടാനുള്ള ശ്രമവുമാണ് ഇപ്പോൾ വനം വകുപ്പ് നടത്തുന്നത്. അതേസമയം ഇവിടെ ധാരാളം പേരുണ്ട്. രാത്രി സമയങ്ങളിൽ പോലും അവർക്ക് പുറത്തിറങ്ങാൻ, പകൽ സമയം പോലും പുറത്തിറങ്ങാൻ. ഈ രാത്രി സമയത്തും നിരീക്ഷണം തുടരുന്നുണ്ട്. ഒരു കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. അതല്ലാതെയുള്ള നിരീക്ഷണങ്ങളും തുടർന്നുകൊണ്ടിരിക്കുകയാണ്.